ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഈ കോണ്ടൻറ്റ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ, എല്ലാവർക്കും ഷെയർ ചെയ്യണേ. പോലീസുകാർക്കാണെങ്കിലും നമ്മുടെ എന്താണ് പേരൻസിനാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. കാരണം ഡേറ്റിംഗ് ആപ്പിൽ പെട്ടിട്ട് ഒരുപാട് പേര്, നമ്മുടെ മക്കളുകളെല്ലാം ഒരുപാട് പേര് പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് നോർമലൈസ്ഡായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും പരിചയമുള്ള ആപ്പ് ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് ഡേറ്റിംഗ് ആപ്പ്. അപ്പോൾ അതിൽ ഒരുപാട് പേര് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലേ, നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും, സ്ക്രീനിൽ ആഡ് വരുമ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഡേറ്റിംഗ് ആപ്പ് ഭയങ്കര നോർമലൈസ്ഡ് ആകുമ്പോൾ അതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഉപയോഗിക്കുന്നതിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ പെട്ടുപോയവർ ഒരുപാട് പേരുണ്ട്. ഇതിൽ ഒരു സേഫ്റ്റിയും സത്യം പറഞ്ഞാൽ ഉണ്ടോ? എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ? ഇല്ല, സേഫ്റ്റി ഒന്നുമില്ല. ഇത് ലോഗിൻ ചെയ്യാൻ വളരെ ഈസി, വളരെ ഈസി. കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായി മാറിപ്പോയി ഇത്. മനസ്സിലായോ? ഒന്നുമില്ല, ഐഡൻറ്റിറ്റി കാർഡിലെ ഡേറ്റുകൾ മാത്രം മാറ്റിയാൽ മതി, അവർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ആപ്പുകളിൽ കയറിയ ശേഷം അവർ വൃത്തികെട്ട രീതിയിൽ പല ഫോട്ടോസും പല കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞ് പിന്നെ അത് കൊടുത്ത് അതിനുശേഷം ട്രാപ്പ് ചെയ്ത് പിന്നെ അവരിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി ഒരു ടീം തന്നെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിൽപ്പെട്ട പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും മുതിർന്നവരടക്കം പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാകാത്തവരും ഒരുപാട് പേര് ഇതിൽ ലൈഫ് സ്പോയിലറായി പോയിട്ട് നടക്കുകയാണ് ഇപ്പോൾ. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരു ന്യൂസ് ആരുമില്ല തടയാൻ കുറ്റകൃത്യങ്ങൾക്ക്, ലൈംഗിക വൈകൃതങ്ങൾക്കും ഡേറ്റിംഗ് ആപ്പിന് കുട്ടികളുടെ ചൂഷണം ചെയ്യുന്നു. ആപ്പ് ഗ്രൈൻഡർ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ്, മനസ്സിലായില്ലേ? ഈ ആപ്പാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങൾക്ക് എല്ലാം ആയിട്ട് അവരിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ ആപ്പ് ഇറക്കിയിട്ട് അതിൽ കുട്ടികൾ പോയി അതിൽ ഓപ്പൺ ചെയ്ത് പിന്നെ അതിൽ പെട്ടുപോവുകയാണ്. ഒരു മനഃപൂർവ്വം പെട്ടുപോവുകയാണ്. 1-2 ഫോട്ടോ ചിലപ്പോൾ തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ പെട്ടുപോവുകയാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കാര്യം ആൺകുട്ടിയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഇതിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പോയി നോക്കിയിട്ട് അതെന്താണെന്ന് അറിയാനില്ല, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിക്കുകയാണ് നിങ്ങളല്ലേ, സത്യം പറഞ്ഞത്. കാരണം നമ്മുടെയൊക്കെ മക്കൾ ഇതേപോലെ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയേ. കംപ്ലീറ്റ് പെൺകുട്ടികളാണ് നേരത്തെ ചൂഷണത്തിന് ഇരയാകുന്നത് വെച്ചാൽ, ഇപ്പോൾ ആൺകുട്ടികളും അതേപോലെ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് പെട്ടുപോയി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കാസർഗോഡ് ഇപ്പോൾ ഒരു 16 വയസ്സായ ഒരു കുട്ടിനെ, അവിടുത്തെ ഒരു ചന്ദേര പറഞ്ഞ സ്ഥലത്ത് 16 വയസ്സായ കുട്ടിയുണ്ട്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 16 വയസ്സായ കുട്ടിയെ അമ്മ കേസ് കൊടുക്കാൻ കാരണം പറഞ്ഞാൽ, 16 പേരും കൂടി ഡേറ്റിംഗ് ആപ്പ് പീഡനം നടന്ന ലക്ഷങ്ങളുടെ ഇടപാട്, ലോഡ്ജ് ജീവനക്കാർക്ക് പങ്ക്, ലീഗ് നേതാവ് ഇപ്പോഴും ഒളിവിൽ, മകൻ്റെ പെരുമാറ്റത്തിൽ അമ്മയ്ക്ക് തോന്നിയ സംശയം, വിദ്യാഭ്യാസ ഓഫീസറടക്കം 16 പേർ കുടുങ്ങിയത് ഇങ്ങനെയെന്ന്. വിദ്യാഭ്യാസ ഓഫീസർ അടക്കം ഉണ്ട് അതിൽ. ആലോചിച്ച് നോക്ക്, വിദ്യാഭ്യാസ ഓഫീസർ പോലും അതിലുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്ക്, ആലോചിച്ച് നോക്കിയേ. ഇതോ നോക്ക്, ഗേ ഡേറ്റിംഗ് ആപ്പിൽ ഇരകളാക്കപ്പെട്ട നിരവധി കുട്ടികൾ, ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി പോലീസ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ 16 പേരാണ്, 1-2 പേരല്ല. ഇതിൽ എന്തൊക്കെ ആളുകളുണ്ട്? റെയിൽവേ ജോലിക്കാരനുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, പിന്നെ AU. ആലോചിച്ച് നോക്ക്, വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആൾ AU, അയാൾ പോലും കിടക്കുന്നുണ്ട്. അങ്ങനെ മാന്യമായ മുഖം മൂടിയിട്ട ഒരുപാട് ബൈസെക്ഷൽ ആൾക്കാരാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതൊക്കെ ബൈസെക്ഷൽ ആണല്ലോ, അല്ലാതെ ഇവരൊന്നും ഭാര്യയും കുട്ടിയും ഒന്നും ഇല്ലാതിരിക്കുന്നവരായിരിക്കില്ല, 1-2 പേരുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചൂഷണത്തിന് ഇരയാക്കുകയാണ്. അപ്പം നമ്മുടെ മക്കൾ എന്താണ് നോക്കുന്നത്? മൊബൈൽ. നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസമായിരിക്കും, അവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. നമ്മൾ നോക്കാൻ പോകുമ്പോൾ അവർ വഴക്ക് പറയാം, നിങ്ങളെന്തിനാ എൻ്റെ മൊബൈൽ നോക്കുന്നത് പറയായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ പയ്യന് 16 വയസ്സാണ്.
12, 13, 14 വയസ്സാകുമ്പോൾ തുടങ്ങിയത്. 2 വർഷമായി എന്നാണ് പറഞ്ഞത്. 13, 14 വയസ്സിൽ തുടങ്ങിയതാണ് പീഡിപ്പിക്കാൻ. അതും ഒരു സ്ഥലത്തല്ല, പല അവിടെയും കൊണ്ടുപോയിട്ട്. കാസർഗോഡാണ് ആളുടെ വീട്, കോഴിക്കോടും എറണാകുളത്തും ഒക്കെ കൊണ്ടുപോയിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, വീട്ടുകാരിതൊന്നും അറിഞ്ഞില്ലേ? ഒരു 10, 14, 13, 14 വയസ്സായ ഒരു പയ്യൻ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടുകാർ ചോദിക്കില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അറിയില്ല, നമ്മൾ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മക്കളല്ലേ, വെച്ച് മൂടിയിട്ട് തള്ളേ എന്നാണല്ലോ വർത്താനം, ഡയലോഗ് അടിക്കുന്നത്. അമ്മമാരോട് അച്ഛന്മാരോട് എന്ത് പറഞ്ഞാലും തലയ്ക്ക് തല്ലിയെന്ന പോലെ സംസാരിച്ചിട്ടാണല്ലോ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? മക്കളെ അല്ലാതെ ആരെയാണ് കുറ്റം പറയുന്നത്? ഇതൊന്നും നോക്ക്. ഇതിൻ്റെ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. 16-കാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ചന്ദേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ 8 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുട്ടിയാണ് ഈ 16-കാരൻ. കേസിൽ അറസ്റ്റിലായതോടെ ബേക്കൽ AEOയ്ക്ക് സസ്പെൻഷൻ. AEOയായ VK സൈനുദ്ദീനെതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് ഇയാൾ പീഡിപ്പിച്ചത്. സംഭവത്തിൽ 14 പേർക്കെതിരെ പോക്സോ കേസെടുത്തിട്ടുണ്ട്. കേസിൽ യൂത്ത് ലീഗ് നേതാവും പ്രതിയാണ്. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശി 52-കാരനായ VK സൈനുദ്ദീൻ, പടന്നക്കാട്ടെ 64-കാരനായ റംസാൻ, റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരനായ പിലിക്കോട് ഏരവിലെ 48-കാരനായ ചിത്രരാജ്, വൾവക്കാട്ടെ 55-കാരനായ കുഞ്ഞഹമ്മദ്, ചന്ദേരയിലെ അഫ്സൽ 23 വയസ്സാണ്, തൃക്കരിപ്പൂർ പൂച്ചോലിലെ 60-കാരൻ നാരായണൻ, തൃക്കരിപ്പൂർ വടക്കേ കൊവ്വലിലെ 30-കാരനായ റയീസ്, സുകേഷ് വെള്ളച്ചാൽ 30 വയസ്സാണ്, ചീമേനിയിലെ 36-കാരനായ ഷിജിത്ത് എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ട് സ്വദേശിയായ 46-കാരൻ സിറാജുദ്ദീനാണ് പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. 8 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കുട്ടിയെ വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയും പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ യുവാവ് വിദ്യാർത്ഥിയുടെ മാതാവിനെ കണ്ട് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്താകുന്നത്. ഈ വിദ്യാർത്ഥിയുടെ അമ്മ ചന്ദേര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥി ചൈൽഡ് ലൈനിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ 15 ആളുകളുടെ പേരാണ് വിദ്യാർത്ഥി മൊഴിയിൽ പറഞ്ഞത്. ഇതാണ് സംഭവം. ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് സംഭവം. ഇത് കുട്ടിയുടെ അമ്മ കണ്ടതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അവിടെ ഇത് അവിടെ ഒരവിടെ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഇഷ്ടം പോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരവിടത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിപ്പോൾ ഹോമോസെക്ഷൽ ആളുകൾ, കപ്പിൾസിനെ അവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടും അവർക്കൊക്കെ ആരും പാർട്ട്ണർമാരില്ലാത്തവർക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ തുടങ്ങിയതായിരിക്കും ഈ ആപ്പ്. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംഭവം ചെയ്തത്. പക്ഷേ അതിനെ ഇങ്ങനെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ സമൂഹത്തിൽ. അപ്പം നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ഹോമോസെക്ഷലോ അല്ലെങ്കിൽ ഒന്നും ആയിരിക്കില്ല, ഹോമോസെക്ഷൽ ഇപ്പം കുട്ടികളായിരിക്കില്ല. പക്ഷെ അവർ ഇതിൽ പോയിട്ട് അറിയാതെ പെട്ടുപോകുമെന്ന് വെച്ചാൽ ചിലപ്പോൾ തമാശയ്ക്ക് ചാറ്റ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ തമാശയ്ക്ക് വീഡിയോ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മൂഡിൽ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ട്രാപ്പിലാകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആൺകുട്ടികളുണ്ട്. പെൺകുട്ടികളെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പെൺകുട്ടികളെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ബൈസെക്ഷൽ ആളുകൾ ഇഷ്ടം പോലെ പിറന്നു വരുന്നുണ്ട്. ഇതൊന്നും കാണാൻ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും ജനങ്ങൾ ആരും ചിന്തിക്കുന്നില്ല, ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല. ഇതുപോലുള്ള ആപ്പ് വരുമ്പോൾ, നമ്മളൊരു ജോലി സംബന്ധമായ ഒരു ആപ്പിൽ വരുമ്പോൾ നമ്മളൊരു ആധാർ കാർഡ് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറും നമ്മുടെ ഫേസും അതിൻ്റെ സ്കാനിങ് എല്ലാം ചോദിക്കുന്നുണ്ട്. അതുപോലെയൊക്കെ വേണ്ടേ ഇതുപോലൊരു ആപ്പ് ഇറക്കുമ്പോൾ?
അല്ലാതെ വരുന്നവരും പോണവർക്കും പ്രായപൂർത്തി ആകുന്നവർക്കും ആകാത്തവർക്കും എല്ലാം ഈ ആപ്പ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത് തെമ്മാടിത്തരില്ല. അതിനൊരു സിസ്റ്റം കറക്റ്റായിട്ട് കൊണ്ടുപോകണ്ടേ, എന്നാലല്ലേ ഇതുപോലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇതിൽ ഇങ്ങനത്തെ കാര്യത്തിൽ പോയി വീഴാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പയ്യൻ ഇതേ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൂടെ പിടിച്ച ഒരുത്തൻ്റെ ആധാർ കാർഡ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തതെന്ന്, പിന്നെ ഇതിലേക്ക് ഈ ഐ ഡിയിലേക്ക് കയറിപ്പോയത്, അങ്ങനെയാണ് യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം എന്നറിയില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു സിസ്റ്റം കൊണ്ടുവരാതിരുന്നല്ലേ ഇതുപോലുള്ള ഒന്നും അറിയാത്ത പാവം ചെറിയ കുട്ടികൾ പെട്ടുപോകും, ഭയങ്കര ട്രോമയിലായി പോകും. നമുക്കും ഉള്ളതല്ലേ മക്കളെല്ലാം, നമുക്കും മരുമക്കളും മക്കളും എല്ലാം ഉള്ളതാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ മാക്സിമം നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ നടക്കുള്ളൂ. ഈ ആപ്പിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതൊന്ന് നോക്കൂ, ആപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംഭവം ഇത് നോർമലായിട്ട് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബൈസെക്ഷൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മളെ ചേർന്ന് വെച്ചിട്ട് അങ്ങനെ മുട്ടിയേർമി ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ അവിടെ കൈ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് മാറിക്കഴിഞ്ഞാൽ അവർ കൈയെടുത്ത് മാറ്റുന്നത്. സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളറിയാത്ത പോലെ നമ്മളോട് വന്നിട്ട് തൊടിയിൽ കൈ വെച്ചിട്ടിരിക്കുന്ന ആളുകൾ, എല്ലാം ഇഷ്ടംപോലെ ബൈസെക്ഷൽ ആളുകൾ നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഇഷ്ടംപോലുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അപ്പോഴൊന്നും ഇത്രയും കാലം ഉണ്ടെങ്കിലും ഇതുപോലെ ഉപദ്രവമായിട്ടില്ല. ഇത് ആ പയ്യനെ 2 വർഷം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് കോഴിക്കോട് കൊണ്ടുപോയി, കോഴിക്കോട് 2-3 പ്രാവശ്യം വന്നു, അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക്. അപ്പോൾ ഇതിനൊരു ബ്രോക്കറുണ്ട്, അത് മനസ്സിലായോ? ആദ്യം പരിചയപ്പെട്ട് സംസാരിച്ച ഒരു ബ്രോക്കറുണ്ട്. പെൺവാണിഭം നടത്തുന്ന പോലെ ആൺവാണിഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഒരു ബ്രോക്കറിനെയും വെച്ച്. അപ്പോൾ ആദ്യം ഇവരെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് ഗൂഗിൾ പേയുടെ നമ്പർ മേടിച്ച് നമുക്ക് UPI വഴി ക്യാഷ് അയച്ചു തരും. പിന്നെ നമ്മളെ ചാറ്റ് ചെയ്യും, ചാറ്റിങ്ങിലൂടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ചില ആളുകൾ, ചില ചെക്കന്മാർ കോമഡി ആയിട്ട് ചെയ്യുന്നിട്ട് അവസാനം സീരിയസ് ആയി പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പെടാനും ചാൻസ് ഒരുപാടുണ്ട്. അതായത് ഇതിൻ്റെ ബ്രോക്കർ, ഇടനിലക്കാരൻ എന്തായാലും ഉണ്ട്. ഇതിന് ജോലിയായിട്ട് തൊഴിലായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ ഗ്രൈൻഡർ എന്ന ആപ്പിൻ്റെ കാര്യങ്ങൾ മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ട്, അതൊന്ന് കാണാം. അമേരിക്ക ആസ്ഥാനമായി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഗ്രൈൻഡർ LLC. ഗേ വ്യക്തികൾക്ക് തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു ഡേറ്റിംഗ് ആപ്പാണിത്. ഇന്ത്യയിൽ ഏറെ പ്രചാരമുള്ള ആപ്പിന് പ്ലേ സ്റ്റോറിൽ മാത്രം 5 കോടിക്ക് മുകളിലാണ് ഡൗൺലോഡ്. രഹസ്യജീവിതം നയിക്കുന്ന നിരവധി പേർക്ക് തങ്ങളുടെ ലൈംഗിക അഭികാമ്യം പ്രകടിപ്പിക്കാനുള്ള വേദി. പക്ഷേ ഈ ആപ്പിൽ ഏറെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് സമീപത്ത് ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളെ കാണാനാകും. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ രേഖപ്പെടുത്താനുള്ള ബയോ ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ലൈംഗിക വൈകൃതത്തിനും ആളെ കൂട്ടാനുള്ള വേദിയായി ഉപയോഗിക്കുകയാണ് ചിലർ. പെയ്ഡ് എന്നറിയിച്ച് ലൈംഗിക ബന്ധനത്തിന് പണം നൽകുന്നവർ, പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ചൂഷണത്തിന് ആവശ്യപ്പെടുന്നവർ, ആപ്പിൽ നിന്നും നേരിട്ടും ചിത്രങ്ങൾ ഉൾപ്പെടെ കരസ്ഥമാക്കി ബ്ലാക്ക്മെയിലിലൂടെ പണം തട്ടുന്നവർ. ഇത്തരത്തിലാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് യുവാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി സുമതി വളവിൽ ഉപേക്ഷിച്ചത്. തുടർച്ചയായ നിരവധി കേസുകളാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വിഷയത്തിൽ ഇടപെട്ട മദ്രാസ് ഹൈക്കോടതി ആപ്പ് നിരോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടിയിരുന്നു. ആപ്പിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വിദേശ രാജ്യങ്ങളിലും നിരവധി കേസുകളുണ്ട്. സമൂഹത്താൽ രഹസ്യ ജീവിതം നയിക്കാൻ നിർബന്ധിതരായ ക്വീർ മനുഷ്യർക്ക് പരിചയപ്പെടാനുള്ള വേദി എന്ന നിലയിൽ ആപ്പിന്റെ ആശയം നല്ലതാണ്. പക്ഷേ ലൈംഗിക വൈകൃതങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആപ്പിനെ ദുരുപയോഗം ചെയ്യുന്നതിൽ കർശന നടപടിയും നിരീക്ഷണവും ആവശ്യമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് സംഭവം സമൂഹത്തിന് നല്ലതാണ്. ഗേ കപ്പിൾസിന് വിഷമങ്ങൾ പറയാനും സംസാരിക്കാനൊക്കെ ഒരു ആപ്പ് വേണമല്ലോ, അല്ലെങ്കിൽ അതിലൊരു വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് രഹസ്യമായിട്ട് സംസാരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയ ആപ്പ് ആയിരിക്കും. പക്ഷെ അതിന് ഇത്രയും മോശമായിട്ട് ചൂഷണത്തിന് ഇരയാക്കുന്ന ആളുകൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇതൊക്കെ നിർത്തലാക്കാൻ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഗേ കേരള, ഇത് നമ്മുടെ ഒരു ഫേസ്ബുക്കിലോ ഒരു ഈ ആപ്പിലോ കിടന്ന മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല. ഒരു ഗേ കേരള പറഞ്ഞതായി ഈ ആപ്പ് ഇതുണ്ട്, നോക്കിക്കോ. ഈ ഗേ കേരള എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാഗ്രാമിലെ പേജ്, അതിലാകെ ഒരൊറ്റ ഫോട്ടോസാണ് ചെയ്തിട്ടുള്ളൂ, ഒറ്റ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഫോട്ടോസിന് അത് 2 വർഷം മുൻപാണെന്ന് തോന്നുന്നു, അത് 2013 ചെയ്തിരിക്കുന്നത്.
അതിൽ എത്ര കമൻസുകളാണ്? 72 പോയിൻ്റ് എത്രയോ കമൻസ്. ഇതാ നോക്കിക്കേ, അത്രയും കമൻസ്. ആ കമൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അപ്പോൾ അത് ഇഷ്ടം പോലെ ഉണ്ടെന്നേ. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ പോയി പെടാനല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞേ. പക്ഷേ ഇത് മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ മക്കൾ ഇത് നോക്കുന്നുണ്ട്, എന്താ ഇവർ മൊബൈലിൽ നോക്കുന്നത് നമ്മൾ അറിയാതെ ശ്രദ്ധിക്കണം. അത് നമ്മളുടെ മക്കൾ തന്നെ സംശയദൃഷ്ടിയോടെ കണ്ടത് കൊണ്ടല്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ ഇതെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അത് ആ മക്കൾ അങ്ങനെയാണ്, നമ്മൾക്ക് നമ്മുടെ മക്കൾ അങ്ങനെയല്ല എന്നൊക്കെ ചിന്തയുണ്ടാവുമായിരിക്കും. പക്ഷെ അതുകൊണ്ടല്ല, അവർ പോയി പെടുന്നുണ്ട് ഇതിൽ. ചിലപ്പോൾ തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അറിയാതെ പോയി പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ കമൻറ്റ് വായിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കമൻറ്റുകളല്ലേ വന്നിരിക്കുന്നത്, ആയിരക്കണക്കിന് കമൻറ്റുകളാണ്. അപ്പോൾ ആ ആയിരക്കണക്കിന് കമൻറ്റുകളിലെ എല്ലാവരും ഈ ബൈസെക്ഷൽ ആളുകളോ അല്ലെങ്കിൽ പിന്നെ ഗേ ചെക്കന്മാരാണോ? അല്ല, ഗേയോ അല്ല. അവർക്ക് ഒരു ടൈം പാസിനൊക്കെ മെസ്സേജ് അയക്കുന്നവരായിരിക്കും. പക്ഷേ ആ ടൈം പാസ് പോയിട്ട് അത് എപ്പോഴാണ് സീരിയസ് ആയി, ചിലപ്പോൾ 2 ടൈമിൽ മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇപ്പോഴത്തെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നവരോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാവുന്നത് തന്നെ, എനിക്കറിയാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല എന്നെല്ലാം പറയാം. അവിടെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തല്ല, അല്ലാത്ത സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. ആൾ വരും, റൂം എടുക്കും, അതിനുള്ള ചെക്കന്മാരുണ്ടാകാൻ നോക്കും, വിളിക്കും, പൈസ കൊടുക്കും, അവർക്ക് ആവശ്യത്തിന് ഫുഡ് മേടിച്ചു കൊടുക്കും, അവർക്ക് ആവശ്യത്തിന് ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കും. ആൾക്ക് 2 ദിവസം അവിടെ കിടക്കണം. അപ്പോൾ അയാൾ എന്നാൽ വൈഫും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണ്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കേട്ടപ്പോൾ അത് പോട്ടെ എന്ന് വിചാരിച്ചാൽ അതൊന്നും കാര്യമില്ല, അത് ആൾക്കാർ ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വിട്ടുപോകും. പക്ഷേ ഇത് ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാലം ആയതുകൊണ്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടാകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മക്കളാണ് ആയി വരുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഇതെന്തായാലും പഴയ ആളുകൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ തന്നെ പറ്റില്ല. ഇപ്പോൾ ആദില നൂറയുടെ കാര്യത്തിൽ ബിഗ് ബോസ് കാണുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച കാണുമ്പോൾ എൻ്റെ അമ്മമ്മ ഇതെന്താ ഇവർ തമ്മിൽ ആരാണ് എന്താണ് അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മളെന്താ പറയുക, അവരുടെ അടുത്ത് ലെസ്ബിയൻസ് ആണ് പറയാൻ പറ്റില്ല, അവർ ഫ്രണ്ട്സാണ്. അല്ല, അവരിങ്ങനെ നടക്കുന്നത് ഇങ്ങനെ ഭാര്യ ഭർത്താവിനെപ്പോലെ ഇങ്ങനെ നടക്കുന്നു, അവരെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അമ്മമ്മയ്ക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത് കേൾക്കുന്നത് ചിലപ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള ന്യൂസ് കണ്ടാലും അവർ ഇതെന്താ അതൊന്നും അങ്ങനെ ഉണ്ടാവില്ല, അതെന്തെങ്കിലും പെടുത്തിയതായിരിക്കും എന്നാണ് അങ്ങനെയുള്ള പ്രായമുള്ളവർ പറയുള്ളൂ. പക്ഷേ നമ്മളെ പോലെയുള്ള ഒരു 85, 90, 80, 87, 80-ന് ശേഷം ജനിച്ച ആൾക്കാർക്കും ഇപ്പോഴത്തുള്ള 2K കിഡ്സിനൊക്കെ മനസ്സിലാവും ഇതെന്താ സംഭവം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മളാണല്ലോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതൽ 2K ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ പോലെയുള്ളവർ 10, 37, 38, 40 വയസ്സിന് താഴെയുള്ളവർ നന്നായി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അല്ലാത്തവർ ഉപയോഗിക്കുന്നില്ല, മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രായമായവർക്ക് ഒരുപാട് നമ്മുടെ അച്ഛൻ്റെ അമ്മമ്മമാർ അവർക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല. അവരിപ്പോൾ കേട്ടാൽ അവർ വായി പൊളിക്കും. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്ന് ചിന്തിക്കുകയുള്ളൂ, വായി പൊളിച്ചിരിക്കും. അപ്പം നമ്മളെപ്പോലെയുള്ളവരിത് ശ്രദ്ധിച്ചിട്ട് മാക്സിമം ആളുകളിൽ എത്തിച്ചിട്ട് ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേഗം നിയമ നടപടി എടുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം നമുക്കൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ എനിക്കാണെങ്കിലും നമ്മൾ ബസ്സിൽ പോകുമ്പോഴും തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു റോങ് നോട്ട് നോക്കും, കൈയെടുക്കണം എന്നറിയുന്ന മാത്രം പറയും. അപ്പോൾ അവർ കൈമാറ്റിയിട്ട് അവരുടെ പാട്ടിന് പൊക്കോളും. പക്ഷേ ഇങ്ങനെ നമ്മൾ റൂമിനകത്ത് 4 ചുവരിനിടയിൽ നിന്നിട്ട് മൊബൈലെടുത്ത് നോക്കുമ്പോൾ സമയത്ത് ഇതൊക്കെ ഒരു രസമായി തോന്നി. അവരിങ്ങനെ ചെക്കന്മാരാണെങ്കിലും തമാശയ്ക്ക് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ഞാൻ അതുകൊണ്ടായി പറഞ്ഞത്, തമാശയ്ക്ക് അവനെ ഒന്ന് നമുക്ക് ചുറ്റിക്കാം, അല്ലെങ്കിൽ അവനെ നമുക്കൊന്ന് ഇതാക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവനെ പെടുത്തുമ്പോൾ അവൻ അതിനപ്പുറം എന്തെങ്കിലും ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു ദിവസം വരണം പറയും. ഒരു ദിവസം വരുമ്പോഴേക്കും അവിടെ ചിലപ്പോൾ 3-4 ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ, ഞാൻ എറണാകുളത്ത് ജോലിക്ക് പോകുമ്പോൾ തന്നെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളുടെ അടുത്ത് നിന്നിട്ട് അവർ നമ്മളത് പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബൈസെക്ഷൽ ആണെന്ന്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല.
ചിലവർ എടുത്തിട്ട് അടിച്ചിട്ട് വരും കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. അതൊക്കെ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അടിച്ചിട്ട് വരുന്ന പയ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒന്നും അറിയാത്ത പാവങ്ങൾ ഈ ട്രോമയായിട്ട് ഇങ്ങനെ ഒരു പുറം ലോകത്തൊന്നും ബന്ധമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് വീട്ടോട് അടഞ്ഞു പൂട്ടി മക്കളെ അങ്ങനെ വളർത്തി പൊത്തി വളർത്തി വീട്ടിലൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ വളർത്തി, അല്ലെങ്കിൽ ഒരു കാര്യം അച്ഛനും അമ്മമാരോടും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ, അങ്ങനെയുള്ള മക്കളാണ് കൂടുതലും കൂടുതലും പെടുന്നത് ഇതുപോലുള്ള. കാരണം അവർക്ക് പുറത്തെ ആളുകളായിട്ടൊന്നും ഫ്രണ്ട്സായിട്ടോ അങ്ങനെയൊന്നും കമ്പനി ഉണ്ടാവില്ല. വീട്ടുകാർ അങ്ങനെ ആയിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ഫ്രണ്ട്സായിട്ട് വേണ്ട, ഫ്രണ്ട്ഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും പൊരിഞ്ഞ വഴക്കായിരിക്കും. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയുള്ള ഇഷ്ടം പോലെ പേരില്ലേ, മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. വീട്ടിൽ എന്നും വഴക്ക്, ഇവർക്ക് അടികൂടാനും വൈകുന്നേരമായി ഇവർക്ക് പിണങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എവിടെ മക്കളെ ശ്രദ്ധിക്കുന്നത്? അപ്പോൾ മക്കൾ 2 ഹെഡ്സെറ്റും വെച്ചിട്ട് തൊലഞ്ഞു പോകട്ടെ, നശിച്ച കുടുംബത്തിൽ ഒന്ന് ജനിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നീട് ഇതുപോലുള്ള വല്ല കാര്യങ്ങൾ വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ആ പറഞ്ഞതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ ഇപ്പോഴത്തെ ആ പയ്യൻ പറഞ്ഞു തരുന്ന 1ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനെ ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെന്ന് അറിയത്തില്ല. സോ സെക്ഷലി അസോൾട്ടഡ് മീ ആൻഡ് വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ 7th അവൻ ആ ഫ്രണ്ടും വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്നു അവിടെ വീണ്ടും ഒരു സെക്ഷൻ അസോൾട്ട് നടന്നു. അവിടെ ഏകദേശം 20ഓളം കുട്ടികളെ ചേർത്തു. ആൻഡ് അത് കഴിഞ്ഞാണ് ഞാൻ 7ലും 8ലും പഠിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ആൻറ്റിയുടെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് കസിൻ സെയിം ടൈമിൽ ഒരുമിച്ച് കുളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അവിടെ വെച്ച് സെക്ഷൽ അബ്യൂസ് ആവുകയും പിന്നെ പോൺ വീഡിയോസ് കണ്ടുകൊണ്ട് അവിടെ വെച്ച് സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്താ പറയാ, ഒരുപാടധികം എന്താ പറയാ, അവരുടെ കസിൻ്റെ വീട്ടിൽ കൂടെ പോകുമ്പം മോസ്റ്റ് ഓഫ് എന്താ പറയാ കസിൻസ് എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണുപോയവരാണ്. എന്താ പറയാ, ഇവരെല്ലാവർക്കും ഒരു സെക്ഷൽ അട്രാക്ഷൻ ടു ബോയ്സ്. എന്നെ കൊണ്ട് ഒരുത്തൻ മാസ്റ്റർബേറ്റ് ചെയ്യിപ്പിക്കുക. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവരുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വന്നപ്പോൾ ശരിയാവുമോ? ഇല്ല. തിരിച്ചു വന്നു, ഞാൻ എറണാകുളത്ത് തിരിച്ചു വന്നു. എൻ്റെ നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തി, നെയ്ബറായിട്ടുള്ള ഒരു സെയിം ഏജിലുള്ള ഒരാൾ, അവനെ അവൻ്റെ കസിനെ യൂസ് ചെയ്തു. സോ അവൻ ഇത് മനസ്സിലാക്കാതെ തെറ്റാണ് ഞാൻ അവനോട് ഷെയർ ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. സോ പക്ഷേ അവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഹി യൂട്ടിലൈസ്ഡ് മീ. അവൻ എൻ്റെ സെക്ഷൽ വെപ്പണാക്കി മാറ്റി അവർക്ക് എന്നെ കൺവിൻസ് ചെയ്തതൊന്നും വലിയ തെറ്റുള്ള കാര്യമില്ല എന്ന്. ആൻഡ് ഞങ്ങൾ 2 പേര് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ പറഞ്ഞ് കീഴ്പ്പെടുത്തി. അവനാണെങ്കിൽ ഞങ്ങൾ 2 പേരും മൂലം വേറെ ഒരുത്തിനും കൂടെ ഈ കെണിയിൽ അങ്ങ് വീഴുകയുണ്ടായി. ഇപ്പോൾ ഈ ബന്ധുക്കൾ, ഈ സർക്കിൾ വരുന്നവരെല്ലാം തന്നെ കസിൻസാണ്. ആരാണ് എൻ്റെ തെറ്റുകാര്? 1ാം ക്ലാസ് വെച്ച് അവനെ ആരും അബ്യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവൻ എന്നെ അബ്യൂസ് ചെയ്തതുണ്ടായി. നെക്സിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം, മല്ലു ബോയ് ഒരു ഗേ സെക്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന മലയാളം ചാനലുകൾ ഒരു 100-150 ചാനലുകൾ കാണും. ഓരോന്നിനും 5000 ഫോളോവേഴ്സും മുതൽ 40K ഫോളോവേഴ്സ് വരെ ഉണ്ട്. ഇനി INC, മാസ്റ്റർ, സ്ലേവ്, ടോപ്പ്, ബോട്ടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഗേസും ബൈസെക്ഷനും മാത്രമാണ്. അതുകൂടാതെ ലെസ്ബിയൻ എന്ന് പറഞ്ഞ ഈ LGBT കുറെ കാറ്റഗറീസ് ഉണ്ട്. ഇത്രമാത്രം ഏകദേശം 5 പ്രാവശ്യം ഇത്ര ആൾക്കാരിൽ നിന്ന് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്ന എത്ര പേരുണ്ട്?
ടീനേജേഴ്സ് മാത്രമാണോ? കേരളത്തിൽ ഞാനൊരു 30 പേരെ 1 ഇയർ മുമ്പ് പരിചയപ്പെട്ടപ്പോൾ അതിൽ 3 പേര് മൈനേഴ്സ് ആയിരുന്നു കേസ്. 3 പേര് എന്ന് പറഞ്ഞാൽ 30-ൽ 3 പേരും എന്ന് പറഞ്ഞാൽ 1/10 പ്രോബബിലിറ്റി. അന്നേരം ഒരു 30,000 ഇങ്ങനെയുള്ള സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ 3,000 എങ്കിലും മൈനേഴ്സ് ഉണ്ടാവും. ഇത്രയും പേര് എങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു? ഇപ്പോഴും ട്രെയിനിലും റോഡിലും വെച്ച് ഓരോരുത്തർ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുന്നില്ല. അവർ വേറെ ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്നു, അവരതിൻ്റെ അപ്പുറത്തുള്ള പിള്ളേരെ അബ്യൂസ് ചെയ്യുന്നു. ഇനി 50 വയസ്സുള്ളവര് ഫോൺ വീഡിയോസ് കണ്ട് ഫാപ്പ് ചെയ്ത് കഴമൂത്ത് എന്താ പറയാ അങ്ങനെയായി അവർ ഇതിലേക്ക് കടന്നു വന്ന് ഇങ്ങനത്തെ ഫോൺ വീഡിയോസ് കണ്ട് അവസാനം ബോയ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ബസ്സിൽ പോകുമ്പോൾ കയറി പിടിക്കുക, റൂട്ടിൽ പോകുമ്പോൾ കയറി പിടിക്കുക. കാസർഗോഡ് നടന്ന ഇൻസിഡന്റ് 14 വയസ്സുള്ള ഒരു ചെറുക്കൻ 12 വയസ്സുള്ളപ്പോൾ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനും വീണുപോയി, ആ ചെറുക്കനും വീണുപോയി. എന്നാ പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്കവറായി വരുന്നു. +1 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് അവനും സെക്ഷലി യൂട്ടിലൈസ് ചെയ്തു. +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയല്ല. എനിക്ക് ഗേൾസിനോട് അട്രാക്ഷൻ ഉണ്ടാവേണ്ട ആളാണ്, ഹെട്രോസെക്ഷലാണ്. ഇത്തരത്തിലുള്ള ട്രോമാസാണ് എൻ്റെ ഹോമോസെക്ഷലാക്കി മാറ്റുന്നത്. സോ ഇത് മനസ്സിലാക്കി ഞാൻ ഒരുപാടധികം ബുക്കുകളാക്കി തുടങ്ങി, ലൈക്ക് അറ്റോമിക് ഹാബിറ്റ്സ് പോലുള്ള ബുക്കുകൾ. ഇതൊക്കെ വായിക്കുമ്പം നമുക്ക് പുതിയ ഹാബിറ്റുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നെനിക്ക് മനസ്സിലായി. സോ അങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ ഓൾമോസ്റ്റ് 90% ഇതിൽ നിന്ന് ഞാൻ റിക്കവറായെന്നാണ് പറയാം. ലോകത്ത് എക്സ്-ഗേ കമ്മ്യൂണിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. 90% ഓഫ് ആൾക്കാരും റിക്കവറായി. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കേരള എന്ന് അടിച്ചു കൊടുത്തൊരു അക്കൗണ്ട് വരും, ഒരു 6 പാക്ക് ഒക്കെ ഉള്ള ഒരാളുടെ. ആ അക്കൗണ്ടിന് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനൊരു 75,000-ലധികം കമന്റുകളുണ്ട്. ആ കമന്റുകളിൽ മിനിറ്റ് ബൈ മിനിറ്റ് ന്യൂ കമന്റ്സ് വരുവാണ്. അവിടെ ആളുണ്ടോ, ഇവിടെ ആളുണ്ടോ, ഇതിനാളുണ്ടോ, വോയിസ് കോൾ ചെയ്യാൻ ആളുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇത്രയധികം ആൾക്കാർ എങ്ങനെയാണ് ഒരു ജനറ്റിക്കൽ ഇഷ്യൂ ആവുന്നത്? എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഇതേപോലെ എത്ര പേരുണ്ട്. ഇത് പറയാനുള്ളൂ. ഞാനിപ്പോൾ 90% റിക്കവറായി. ബാക്കിയുള്ള 10% എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിന് അവിടുത്തെ പോലീസോ സിസ്റ്റമോ ഒന്നും എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഗ്രൈൻഡർ എടുത്തു നോക്കിയാൽ ഇപ്പോൾ 5 കിലോമീറ്ററിനുള്ളിൽ 30-ലധികം മാച്ചസ് കിട്ടും. സോ എനിക്കൊന്നും പറയാനുള്ളൂ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ തുറന്നു പറയുക. നിങ്ങളുടെ പേരൻസിനോട് പറയണ്ട, സൊസൈറ്റിയോട് പറയണ്ട, പിന്നെ ആരോടെങ്കിലൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നിങ്ങളെ സൊസൈറ്റിയിൽ ഇതിനെക്കുറിച്ച് അവെയർ ആക്കുക. ഇനി ഒരാൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ. ഇത് ഞാൻ പറയാത്തതും ഇതിനേക്കാളൊക്കെ വൾഗറായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പട്ടിയുടെ ഉടുപ്പിട്ട് റോട്ടിക്കൂടെ നടത്തിക്കൽ, സ്വന്തം അമ്മ ഏതാ, പെങ്ങളേതാ, ആങ്ങളേതാന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള ആൾക്കാർ വരെ ഉണ്ട്. അവരുടെ എണ്ണം ഒട്ടും കുറവല്ല, 5,000-ന് മുകളിൽ സ്വന്തം അമ്മേനെ സെക്ഷലി കാണുന്ന ആൾക്കാർ. INC എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സംഭവം കേട്ടില്ലേ പയ്യൻ പറയുന്നത്. അപ്പോൾ ഇവൻ റിക്കവറായി. ഇനിയിപ്പോൾ ആ കാസർഗോഡുള്ള പയ്യൻ്റെ കാര്യം അവസ്ഥ ആലോചിച്ച് നോക്കി. അവനിപ്പോൾ നാട്ടിലും വീട്ടിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. നമ്മളെപ്പോലുള്ളവർക്ക് ഫോട്ടോ ഇല്ല, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചാലും ആരെങ്കിലും ഒരാളെങ്കിലും അറിയാതിരിക്കുമോ? അവൻ്റെ ജീവിതം പോയില്ലേ, നായി നക്കിയ ജീവിതം ആയില്ലേ. 17 വയസ്സായിട്ടുള്ളൂ എങ്കിലും നാട്ടുകാർ ഇനി അവനെ ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? അപ്പോൾ ഈ ബൈസെക്ഷൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതെന്താ ഇത്രയും കൂടുതലായി വരുന്നതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇൻ്റർനെറ്റിൻ്റെ കാലം ആയതുകൊണ്ട് വന്നതാണോ?
ഇതിപ്പോൾ നമ്മൾ ഗേ കേരള എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഒന്ന് അടിച്ച് നോക്കിയാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 75,000-ഓളം കമൻസ് മാത്രം അതിലുണ്ട്. 2 വർഷം മുൻപിട്ട ഫോട്ടോയാണ്. ഇപ്പോഴും അതിൽ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണെന്നേ. അത് അറിഞ്ഞപ്പോൾ ചുമ്മാ അത് അടിച്ച് നോക്കിയായിരുന്നു. നോക്കിയപ്പോൾ അതിലങ്ങോട്ട് കാണുകയാണ് ഇഷ്ടംപോലെ. ഇവിടെ ഒരു എറണാകുളത്തുണ്ട്, ഇപ്പോൾ ആരെങ്കിലും റൂമിലേക്ക് വരുന്നവരുണ്ടോ? അവിടെ വരൂ, ഇവിടെയുണ്ട്. ഊട്ടിയിൽ പിന്നെ റൂം ബോയ് ആയിട്ട് ആവശ്യമുണ്ട്, വരുന്നു. ഇപ്പോൾ ആരാ ഫോൺ ചെയ്യാനുള്ളത്, ഇപ്പോൾ ആരാ മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ ഇതിന് സിസ്റ്റം തന്നെ ക്ലിയർ ആക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഇതിലെന്തോ ഇവർക്കൊരു വൈകല്യമുണ്ട്. ഇങ്ങനെ സ്വന്തം അമ്മയെ അതുപോലെ കാണാനും പെങ്ങളെ അതുപോലെ കാണാനും അതിന് കാര്യമായിട്ടുള്ള വൈകല്യം. ഇവരൊക്കെ ചിലപ്പോൾ നല്ല രീതിക്ക് മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ ഇരിക്കാത്ത ആളുകളായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെല്ലാവരെയും ഇപ്പോൾ ഒരു സംശയദൃഷ്ടിയോടെ കാണേണ്ട അവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആണല്ല പെണ്ണല്ല ഒന്നുമല്ല. മെയിനായിട്ട് നിങ്ങൾ മാക്സിമം പേരൻസ് ആ മക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് മക്കൾക്ക് എന്തും തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കും നിങ്ങളെല്ലാവരും. എല്ലാ മാതാപിതാക്കളും അവർക്ക് എന്തുണ്ടായാലും നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം, കള്ളത്തരം പറയാതെ ഇന്നതൊക്കെ സംഭവിച്ചു അമ്മ, ഇന്നതൊക്കെ സംഭവിച്ചു അച്ഛാ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയാവും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്കും ഈ സംഭവം ഇപ്പോൾ ഒരു വാർത്ത മാത്രമാണ്. നമുക്ക് പിന്നീട് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അന്തം വിട്ട് നമ്മൾ വല്ല പാനിലും കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥ വരും. നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലത്. അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും പേടിയാവുന്നുണ്ടല്ലെന്നല്ല, പക്ഷേ ഇത് ശരിക്കും തടയണമെങ്കിൽ ഗവൺമെൻറ് ഇതിനൊരു സൊല്യൂഷൻ എടുക്കുക തന്നെ വേണം. കാരണം ഇത്രയും നമ്മൾ വെറുതെ ഇത് നോക്കിയ ശേഷമാണ് നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ആ അടിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ടെന്നേ, ഗേ കപ്പിൾസ്, ഗേ കേരള, അങ്ങനെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ മെസ്സേജ് അയക്കുന്നത് അങ്ങനത്തെ മെസ്സേജുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിൽ എത്തിക്കുക. ഇതിനെയൊക്കെ ഒരു തടയിടണം നമ്മൾക്ക്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മെയിനായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.